ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷ ഷിയാസ് വ്ളോഗ്സ്. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതിട്ടാ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുതിട്ടാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പാലട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദക്ക് 1 മുട്ട എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ പാലടേൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് മൈദ കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു നീർദോശൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ് അത് വേണ്ടത്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. എന്നിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് മൂടി മാറ്റിയ ശേഷം ഒരു 10 സെക്കൻഡും കൂടി അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മുടെ അപ്പം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് ചൂടോടെ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മാവിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടും ഇങ്ങനെ ചുട്ടെടുക്കട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ഇതിലേക്കുള്ളൊരു കറിൻ്റെ റെസിപ്പി കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ നല്ല സ്മെല്ലെല്ലാം വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി ഒന്നും കൂടുതലാവണ്ട കേട്ടോ. അപ്പോൾ ഒരു ചീത്ത ടേസ്റ്റ് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവുന്ന വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട 2 സ്ലൈസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യട്ടോ. ഇപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.